തന്ത്രി ആദ്യം മുതൽ പറയുന്നുണ്ടല്ലോ, സ്ഥാപന ജംഗമ വസ്തുക്കളുടെ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനാണ്. ദേവന്റെ സ്വത്ത് സംരക്ഷിക്കേണ്ടവർ ദേവസ്വം ബോർഡാണ്, തന്ത്രിയല്ല. ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായപ്പോൾ തന്നെ നമ്മൾ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ സൂചിപ്പിച്ച ചില ചോദ്യങ്ങളുണ്ട്. ഒന്ന്, മാനുവലിന് വിരുദ്ധമായി എങ്ങനെ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാധന സാമഗ്രികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കപ്പെട്ടു. ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? അതേപോലെ അത്തരത്തിൽ കൊണ്ടുപോകാൻ അനുവദിക്കുകയും ദിവസങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരാതിരിക്കുകയും ചെയ്ത ഒരു സാഹചര്യം. തിരിച്ചു വരുമ്പോൾ അവിടെ മകസർ തയ്യാറാക്കുമ്പോൾ തൂക്ക വ്യത്യാസം കാണുന്നു. ഒരു 10-40 ദിവസത്തോളം ഇത് പുറത്ത് തന്നെ സൂക്ഷിക്കുന്നു, കേരളത്തിന് പുറത്ത് സൂക്ഷിക്കുന്ന സാഹചര്യങ്ങൾ എല്ലാം നമ്മൾ പല ഘട്ടത്തിലും ചർച്ച ചെയ്തതാണ്. ഇതിൽ ഏറ്റവും പ്രതിസ്ഥാനീയനായി ഇതിന് നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിത്വമാണല്ലോ തന്ത്രി. തന്ത്രി അറിയാതെ അവിടെ ഒരു തരത്തിലുള്ള ആത്മീയ കാര്യങ്ങളും നടക്കില്ല. അതുകൊണ്ട് തന്നെ മാനുവലിന് വിരുദ്ധമായി ഇത്തരത്തിലൊരു പ്രവൃത്തി നടക്കുമ്പോൾ ആ പ്രവൃത്തിയെ തടയേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. താനിത് കേൾക്കണുണ്ടാടോ? കേൾക്കണുണ്ട് മുതലാളി. അത്തരത്തിലൊരു പ്രവൃത്തി നടക്കുകയും അത് ഒന്നാം പ്രതിക്ക് കൈമാറുന്ന ഒരു സാഹചര്യം വന്നാൽ അത് ദേവസ്വം ബോർഡിനെ അറിയിക്കുകയും ദിവസങ്ങളായി ഈ ഉരുപ്പടി തിരിച്ചു വരാത്ത സാഹചര്യം, ആ തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന തൂക്കവ്യത്യാസം, ആ തൂക്കവ്യത്യാസം കൃത്യമായി രേഖപ്പെടുത്തുമ്പോൾ അത് ദേവസ്വം ബോർഡിനെ അറിയിക്കൽ, മറ്റു നടപടി സ്വീകരിക്കൽ, അങ്ങനെ എല്ലാ ഘട്ടത്തിലും പ്രതിസ്ഥാനത്ത് നിന്ന് തന്നെ ഇതിന് നേതൃത്വപരമായിട്ടുള്ള ഇടപെടൽ നടത്തേണ്ട ഒരു വ്യക്തിയാണ് തന്ത്രി. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ, ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ആ തന്ത്രി കൊടുത്ത അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പം നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അനുജ്ഞയില്ലാതെ ദേവന്റെ ഇംഗിതമില്ലാതെ നടത്തിയ ഒരു പ്രവൃത്തി എന്ന രൂപത്തിൽ ആദ്യഘട്ടം മുതൽ അവസാന ഘട്ടം വരെ അദ്ദേഹത്തിന്റെ റോള് വ്യക്തമാണ്. മോനെ രാമദാസ, നിന്റെ അച്ഛൻ നാരായണൻകുട്ടി ചേട്ടൻ ഇത്രയും എടുക്കില്ലേ? ഇതിനൊക്കെ വലിയ സംഭവമായിരുന്നല്ലോ പിണറായി വിജയൻ 2019 കാലഘട്ടത്തിൽ ചെയ്തത്. അയ്യപ്പനെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി പാതിരാത്രിയിൽ 2 സ്ത്രീകളെ, യുവതികളെ കയറ്റുന്നു. അയ്യപ്പനെ, ശബരിമലയെ തകർക്കാൻ വേണ്ടി പോലീസ് അകമ്പടിയോടുകൂടി യുവതികളെ കയറ്റുന്നു. ഇതൊക്കെ കണ്ടവരാണ് ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ട് ഈ ശബരിമല ഭക്തന്മാർ. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. ഭാരതീയ ജനതാ പാർട്ടി അയ്യപ്പന്റെ കൂടെയാണ്, തന്ത്രിയുടെ കൂടെയല്ല. തന്ത്രി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്ത്രിയുടെ അന്വേഷണം തന്ത്രിക്ക് നേരെ നടത്തണം. 100% ഞാൻ യോജിക്കുന്നു. പക്ഷേ ഇവിടെ ചില സംശയങ്ങൾ ഞാൻ ഉയർത്താൻ ആവശ്യപ്പെടുന്നു. അതിലൊന്നാമത്തത്, ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഇന്നലത്തെ റിപ്പോർട്ടിൽ തന്ത്രിക്ക് യാതൊരു ബന്ധവുമില്ല. തന്ത്രി ഇതുമായി ബന്ധപ്പെട്ടിട്ട് പോറ്റി കൊണ്ടുപോകുന്ന ഏർപ്പാടിൽ തന്ത്രിയുടെ കയ്യിൽ നിന്ന് ഒരു ഉത്തരവും മേടിച്ചിട്ടില്ല. തന്ത്രിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് ഇന്ന് തന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ വന്ന ശശിധരൻ, ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നുണ്ട്, ഹൈക്കോടതിയിൽ ഇന്നലെ കൊടുത്തിട്ടുള്ള റിമാൻഡ് റിപ്പോർട്ടിൽ വളരെ കൃത്യമായിട്ട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കല്ല് വെച്ചെന്നോണം പറയരുത് ദേവസ്വം. അതിൽ തന്ത്രിക്ക് ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ SIT പൊടുന്നനെ തന്ത്രിക്ക് ബന്ധമുണ്ടെന്ന് പറയുന്നു. രണ്ടാമത്തെ കാര്യം, കടകംപള്ളി സുരേന്ദ്രനെ SIT ചോദ്യം ചെയ്തപ്പോൾ ആരും അറിഞ്ഞില്ലല്ലോ, ഒരാൾ അറിഞ്ഞില്ല, ഒരാളോടും പറഞ്ഞില്ല, രഹസ്യമായി പോയിട്ട് ചോദ്യം ചെയ്തു പോയി. തന്ത്രിയെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാ മാധ്യമങ്ങളെയും വിളിച്ചറിയിച്ചു. അതെന്തിനാണ്? ഇന്ത്യൻ ജുഡീഷ്യൽ ചരിത്രത്തിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ സുപ്രീം കോടതി വരെ ആൻറ്റിസിപ്പേറ്ററിക്ക് പോയിട്ട് സുപ്രീം കോടതി വരെ ആൻറ്റിസിപ്പേറ്ററി തള്ളിയ പ്രതിയെ അറസ്റ്റ് ചെയ്യാതെ നിൽക്കുമ്പോൾ ഇതുവരെ പ്രതി അല്ലാത്ത ഒരാളെ ചോദ്യം ചെയ്ത് പ്രതിയാക്കി അറസ്റ്റ് ചെയ്യുന്നു? അതെന്തിനാണ്? അതെന്തുകൊണ്ടാണ്? ഇത് നമ്മൾ ചിന്തിക്കണ്ടേ? ഇനി തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് മന്ത്രിയെ രക്ഷിക്കാനാണോ, തന്ത്രിയെ മുമ്പിൽ വെച്ച് മന്ത്രിയെ രക്ഷിക്കാനാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. സുപ്രീം കോടതിയിൽ ശബരിമല കേസ് വരാൻ പോവുകയാണ്. ശബരിമല കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട അഫിഡവിറ്റ് കൊടുത്തിരിക്കുന്നത് ഈ തന്ത്രിയാണ്. അപ്പോൾ ആ തന്ത്രിയെ ഡിഫൈം ചെയ്തുകൊണ്ട് ഈ രീതിയിൽ കൊണ്ടുവന്ന് ശബരിമലയിലെ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസിനെ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണോ ഈ അറസ്റ്റിന്റെ പിന്നിൽ എന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്റെ ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ ഫലിക്കുന്നില്ലല്ലോ. ആചാര ലംഘനത്തിന് കൂട്ടുനിന്നു എന്നാണ് SIT അറസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നത്.
മുമ്പ് ആചാര ലംഘനത്തിനെതിരെ സുപ്രീം കോടതി വരെ പോയ തന്ത്രി ഞാൻ ആചാര പറഞ്ഞു ലംഘനത്തിന് വരുന്നത്. കൂട്ടുനിന്നു എന്നാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ ഇവിടുത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി ശബരിമലയെ തകർക്കാൻ ആചാരലംഘനം നടത്തുന്നു എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയുടെ മുമ്പിൽ അഫിഡവിറ്റ് കൊടുത്ത കേസ് നിലനിൽക്കുകയാണ്. ശബരിമല യുവതീ പ്രവേശനം അതുമായി ബന്ധപ്പെട്ട കേസിൽ അഫിഡവിറ്റ് കൊടുത്തത് 9 അഫിഡവിറ്റ് കൊടുത്തിട്ടുള്ളത് ഈ തന്ത്രിയാണ്. നിങ്ങൾ എന്താ കറണ്ട് അടിച്ച കാക്കയെ പോലെ? അവിടെ 9 അംഗ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നു. അത് ഉടനെ തന്നെ വാദത്തിന് വരാൻ പോവുകയാണ്. ആ സമയത്താണ് ആചാരം ലംഘിച്ച ശരി, തന്ത്രി താങ്കളുടെ- എന്ന് പറഞ്ഞുകൊണ്ട് താങ്കളുടെ ആ ഈ വാദത്തിലേക്ക് കേസിൽ ഞാൻ തിരിച്ചു തന്ത്രിയെ വരാം. ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചതിക്കരുത്, പുറത്താരും അറിയരുത്. നീ എന്താണ് എന്നെ കുറിച്ച് ധരിച്ചത്? ഞാനൊരു ഉണ്ണാക്കനാണ്. ഇവിടെ നമ്മുടെ മുന്നിൽ ചില ചോദ്യങ്ങളുണ്ടല്ലോ. 1998 ഇവിടെ ദ്വാരപാലക ശില്പത്തിനും അതുപോലെ തന്നെ ശ്രീകോവിലിനുമെല്ലാം സ്വർണം പൂശി എന്ന അറിവുള്ളയാളാണ് തന്ത്രി. ഒരിക്കൽ പൂശിക്കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് പ്രത്യേകിച്ച് പൂശേണ്ട കാര്യമില്ല. ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കാൻ ഉദ്ദേശിച്ച് ഇങ്ങോട്ട് ചോദിക്കാ. അത് അഴിച്ചെടുക്കുന്നതിന് മുമ്പ് നടത്തേണ്ടിയിരുന്ന കൃത്യമായിട്ടുള്ള അനുജ്ഞ വേണം. അതോടെ തന്നെ ദേവന്റെ അനുജ്ഞ വാങ്ങാതെയും അതുപോലെ താന്ത്രിക നടപടി പാലിക്കാതെയും ഇട്ട് അഴിച്ചെടുക്കുന്നു. മാനുവലിന് വിരുദ്ധമായി പുറത്തേക്ക് കൊടുത്തുവിടുന്നു. അത് ഒരു വ്യക്തിയുടെ കയ്യിൽ തന്നെ കൊടുത്തുവിടുന്നു. ആരും അതിനെ അനുബന്ധിച്ച് പോകുന്നില്ല. ദിവസങ്ങൾ കഴിഞ്ഞും തിരിച്ചു വരുന്നില്ല. 40 ദിവസം കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവരുന്നു, തൂക്കമെടുക്കുന്നു, തൂക്കത്തിൽ വ്യത്യാസം കാണുന്നു. ഈ ഘട്ടത്തിലെല്ലാം തന്ത്രി അവിടെ കൃത്യമായി ആത്മീയ കാര്യങ്ങളിൽ ഏറ്റവും ടോപ്പായിട്ടിരിക്കുന്ന വ്യക്തി ദേവസ്വം ബോർഡിനെ അറിയിക്കണം. തന്ത്രി അവിടെ കൃത്യമായി ആത്മീയ കാര്യങ്ങളിൽ ഏറ്റവും ടോപ്പായിട്ടിരിക്കുന്ന വ്യക്തി ദേവസ്വം ബോർഡിനെ അറിയിക്കണം. മനോഹരം, ഗംഭീരം. ശരിക്കും ആചാര ലംഘനം നടന്നിരിക്കുന്നു എന്ന് ദേവസ്വം ബോർഡിനെ അറിയിക്കണം. ഇത്തരത്തിൽ ഓരോ ഘടകം എടുത്ത് പരിശോധിച്ചാലും തന്ത്രിയുടെ ഒരു റോള് നമുക്ക് വ്യക്തമാണ്. ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ദേവസ്വം ബോർഡിന് തന്നെ ഉത്തരവനുസരിച്ചാണ് ഈ ആചാര ലംഘനമൊക്കെ നടക്കുന്നതെങ്കിൽ പിന്നെ ദേവസ്വം ബോർഡിനെ എന്തറിയിക്കാനാണ് ശ്രീ അരുൺകുമാർ? ഇതിൽ ഏറ്റവും ഗുരുതരമായ ഉത്തരവാദിത്വമുള്ളത് ദേവസ്വം ബോർഡിനാണ്. സർക്കാർ നിയോഗിച്ച ദേവസ്വം ബോർഡിനാണ്. പാർട്ടി നേതാക്കൾ അംഗങ്ങളായിട്ടുള്ള ദേവസ്വം ബോർഡിനാണ്. അതിനുശേഷമേ തന്ത്രി വരുന്നുള്ളൂ. അത്ര പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ? തന്ത്രിക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും സാമ്പത്തിക നേട്ടം ഉണ്ടായതായൊന്നും ഇപ്പോൾ ഈ ഘട്ടത്തിൽ പറയുന്നുമില്ല. തന്ത്രിക്ക് ഇത് അറിവുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് ശരിയാണ്. അത് ആ കാര്യം ഗൗരവകരമായ കാര്യം തന്നെയാണ്. പക്ഷെ അപ്പോഴും ഈ ജയിലിൽ കിടക്കുന്ന പാർട്ടി നേതാക്കളായിട്ടുള്ള ആളുകൾ അടക്കമുള്ളവരുണ്ടല്ലോ, അവർക്ക് ശേഷമേ തന്ത്രി ഇതിൽ പ്രതിയാവുന്നുള്ളൂ. ശ്രീ അരുൺകുമാർ, അത് നിങ്ങൾ തീരുമാനിക്കും. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണല്ലോ ഈ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആത്മീയ കാര്യമുണ്ട്, ഭരണപരമായ കാര്യമുണ്ട്. ആത്മീയ കാര്യങ്ങളിൽ ദേവസ്വം ബോർഡിന് ഒരു റോളും ഇല്ല. അവിടെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ വീഴ്ചയുണ്ടോ? ദേവസ്വം ബോർഡ് ലൈബിളാണ്, ഉദ്യോഗസ്ഥന്മാർ ലൈബിളാണ്. ആത്മീയ കാര്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പൊ വാർത്തകൾ പുറത്തു വരുന്നത്. കട്ടളപ്പാളി ഇളക്കിക്കൊണ്ടുപോകുന്നു, ദ്വാരപാലക പാളികൾ ഇളക്കിക്കൊണ്ടുപോകുന്നു. ആത്മീയ കാര്യം മാത്രമല്ലല്ലോ ശ്രീ അരുൺകുമാർ. അതില് ദേവന്റെ അനുവാദം, അനുജ്ഞ വാങ്ങുക എന്നുള്ളത് അതിന്റെ ഭാഗമാണ്. പക്ഷേ ഇത് ഭരണപരമായ കാര്യമാണ്. അവിടെ ദേവസ്വം മാനുവലിന് വിരുദ്ധമായി, ഹൈക്കോടതി ഉത്തരവിന് വിരുദ്ധമായി ഇതെല്ലാം കൊണ്ടുപോയത് സർക്കാർ നിയോഗിച്ച ദേവസ്വം ബോർഡിന്റെ ഉത്തരവിനനുസരിച്ചാണെന്ന് എല്ലാം കയ്യിൽ നിന്ന് പോവാ. അപ്പൊ ജയിലല്ലെങ്കിൽ മരണം, അത് ഏതാണ്ട് ഉറപ്പായല്ലേ. ആ ഉത്തരവിലാണ് ഈ തന്ത്രി അടക്കമുള്ളവർ ഒപ്പിട്ടത്. തന്ത്രി ആദ്യം മുതൽ പറയുന്നുണ്ടല്ലോ, സ്ഥാവര ജംഗമ വസ്തുക്കളുടെ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനാണ്. ദേവന്റെ സ്വത്ത് സംരക്ഷിക്കേണ്ടവർ ദേവസ്വം ബോർഡാണ്, തന്ത്രിയല്ല. ഇതെത്ര നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്താലും ഇവിടുത്തെ ആത്മീയ കാര്യങ്ങളിൽ മുഴുവൻ അപ്പോസ്തലൻ തന്ത്രിയാണെന്ന് പകൽ പോലെ നമ്മുടെ മുന്നിൽ വ്യക്തമാണ്.